ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഉയർപ്പ് കാലം 3-ാമത്തെ ആഴ്ചയിലാണ്. ഈ ഉയർപ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളോട് കർത്താവ് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്ന ആ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. മീദിയാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ കൂടെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് കഴിയുന്ന അവസരത്തിൽ ആട് മേയ്ക്കാൻ പോകുന്നു. അങ്ങനെ ഹോറേബ് മലയിലേക്ക് ആടുകളെ നയിക്കുന്നു. അവിടെ വെച്ച് കത്തിജ്വലിക്കുന്നത് പോലെ തോന്നുന്ന ഒരു മുൾച്ചെടി, ഒരു കുറ്റിച്ചെടി കാണുന്നു. അതിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു. മോശ കയറി ചെല്ലുന്നപ്പോൾ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിൻ്റെ ചെരുപ്പ് ഊരി മാറ്റുക എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് മോശ ചെയ്യേണ്ടതെന്ന്. പറയുന്നൊരു കാര്യമുണ്ട്, മോശെ അവൻ വിളി കേട്ടു, ഇതാ ഞാൻ അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കാൻ പോലും അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. അങ്ങനെ മോശയ്ക്കൊരു ദൗത്യം കൊടുക്കുകയാണ്. മോശയ്ക്ക് കൊടുക്കുന്ന ദൗത്യം എന്താണ്? ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ഈ ജനം, ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്. ഇപ്രകാരം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് പിന്നീട് അവർ അടിമകളായി. ആ അടിമകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമായിരിക്കും. മോശയോട് പറഞ്ഞു, നീ എൻ്റെ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരണം. എനിക്ക് വേണ്ടി നീ അവരെ ഫറവോയുടെ അടുത്ത് പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുവരണം. ജനത്തോട് പിന്നീട് പറഞ്ഞത്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമായിരിക്കണം. മോശയ്ക്ക് കൊടുത്ത ദൗത്യവും ഈ ജനത്തിന് കൊടുത്ത ദൗത്യവും ഒന്ന് തന്നെയാണ്. മോശയോട് പറയുന്നത്, നീ ജനത്തെ രക്ഷിക്കണം. അതായത് ഈ പുരോഹിത ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ദൗത്യം മറ്റൊന്നുമല്ല, അത് ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. മോശയ്ക്ക് കൊടുത്ത ദൗത്യത്തിൽ ആ രക്ഷ സാധിക്കേണ്ടത് ഇപ്രകാരം അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ആ ജനതയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ്. ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഫറവോയോട് പോയിട്ട് കാര്യങ്ങൾ പറയണം, വാദിക്കണം ദൈവത്തിന് വേണ്ടി. അപ്പോൾ ഫറവോ പല കാര്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ഉത്തരം പറയണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മോശയ്ക്ക് സംസാരിക്കാൻ വിഷമമുള്ളത് കൊണ്ട് അഹറോനെ കൂട്ടിന് കൊടുക്കുന്നു. മോശയുടെ പ്രവാചകനായിരിക്കും, വക്താവായിരിക്കും അവനെന്നാണ് പറഞ്ഞത്. ജ്യേഷ്ഠനാണ് മോശയുടെ. അങ്ങനെ ഈ മോശയെ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ്, ജനത്തെ രക്ഷിക്കാനുള്ള ദൗത്യം. ഈ രക്ഷിക്കാനുള്ള ദൗത്യത്തെയാണ് നമ്മൾ പുരോഹിത ദൗത്യം എന്ന് വിളിക്കുന്നത്. പിന്നീട് ആ ജനതയോട് പറയും, നിങ്ങളെ ഞാനൊരു പുരോഹിത ജനമാക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൗത്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോടുകൂടി നിരന്തരമായിട്ട് ഉണ്ടായിരിക്കും. ഈ ദൗത്യ നിർവഹണമാണ് യഥാർത്ഥത്തിൽ ഈ ഉയർപ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മളെ ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്
ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുരോഹിത ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങളൊരു വിശുദ്ധ പുരോഹിത ജനമാകണം. പിന്നീടത് പല പ്രാവശ്യം അത് ആവർത്തിക്കും വെളിപാട് പുസ്തകത്തിലൊക്കെ. അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം ദൈവം തിരഞ്ഞെടുത്ത ജനതയുടെ ദൗത്യമെന്ന് പറയുന്നത് ഇപ്രകാരം ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ പുരോഹിത ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ അഹറോനെ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നീട് പുരോഹിതനായിട്ട്. ആ പുരോഹിത ദൗത്യം ആ ഇസ്രായേൽ ജനതയുടെ ഉള്ളിൽ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത് മോശയാണ്. മോശ പുരോഹിതനായിരുന്നില്ല, പക്ഷേ ആ ജനം ഒരു പുരോഹിത ജനമായിരുന്നു. ആ ജനത്തിൻ്റെ തലപ്പത്താണ് മോശ ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ പറയുകയാണ്, നമുക്ക് പറയാൻ പറ്റും അത് സഭയുടെ ഒരു പ്രതീകമാണ്. സഭയുടെ പ്രതീകം കർത്താവാണ് സഭയുടെ തലവൻ. പൗലോസ്ലീഹ പറയുന്നത് സഭ ഭൗതിക ശരീരമാണ് ഈശോയുടെ. ആ ശരീരത്തിൻ്റെ ശിരസ്സ് തലയാണ് ഈശോ എന്ന് പറയുന്നത്. ബാക്കി നമ്മളെല്ലാവരും അവയവങ്ങൾ. ഇതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത പുരോഹിത ജനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന മോശയാണ്. ആ മോശയാണ് അവരെ നയിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് അഹറോൻ അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ആ സമാഗമ കൂടാരത്തിലുമൊക്കെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് മാത്രമായിട്ട് ചില പുരോഹിത ശുശ്രൂഷകൾ കൊടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പുരോഹിത ശുശ്രൂഷ, പുരോഹിത ജനം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം അത് ഈ രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവം തരുന്ന രക്ഷ കൊടുക്കാൻ. എന്നിട്ട് മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഇബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും അറിയപ്പെടാത്ത ദൈവമല്ല, അവർക്ക് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവനെ ചോദിക്കുമ്പോൾ മോശ ചോദിക്കും, നിൻ്റെ പേരെന്താണ്, ആരാണെന്നാണ് ഞാൻ പറയേണ്ടത്? അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആയിരിക്കുന്നവൻ തന്നെയാണ്. ഐ ആം ഹൂ ആം എന്ന് പറഞ്ഞാൽ എന്നുമുള്ളവൻ, ഒരിക്കലും ജനിക്കാത്തവൻ, ഒരിക്കലും മരിക്കാത്തവൻ, എന്നുമുള്ളവൻ. അങ്ങനെയുള്ളവൻ്റെ ആ കൽപ്പനയാണിത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുരോഹിത ദൗത്യമെന്ന് പറയുന്നത് ഈ കർത്താവായ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്നതാണത്. ഈശോ എപ്പോഴും ഈശോയെക്കുറിച്ച് നമ്മൾ കർത്താവെന്നാണ് പറയുന്നത്. കർത്താവായ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ കർത്താവ് ഒന്ന് തന്നെയാണ്. അവിടെ മോശയ്ക്കും ഒക്കെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം തന്നെയാണ് ഈശോ എന്ന് പറയുന്നത്. ഈശോ പിന്നീട് പറയും. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ ആ തുടർച്ചയായിട്ടുള്ള സാമീപ്യം നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലത് ഈ മേഘത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ മേഘത്തിൻ്റെ രൂപത്തൊന്നുമല്ല, അവൻ എമ്മാനുവേലാണ്. നമ്മളോടുകൂടെ നമ്മുടെ ഇടയിൽ അടിച്ചവനാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ആ കൂടാരമടിച്ചിരിക്കുന്നത് അവനുള്ളത്. അതുകൊണ്ട് നമ്മളെ നിരന്തരമായിട്ട് നയിക്കുന്ന ആ ഒരു ശക്തിയാണ് അവൻ നമ്മളെ ഇങ്ങനെ നയിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ വചനത്തിലൂടെയെല്ലാം. ആ വചനം നമ്മൾ നിരന്തരമായിട്ട് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനിൽ നിന്ന് കിട്ടുന്ന ശക്തി അനുസരിച്ച് നമ്മൾ ഈ ജനത്തെ, ഈ ലോകത്തെ മുന്നോട്ട് നയിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. ദൈവികമായ വഴിയിലൂടെ നടക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുക. ഇന്നത്തെ രണ്ടാമത്തെ വായന എഫേസ്യൂസ് ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വിശുദ്ധ പൗലോസ് പറയും, നമുക്ക് ഓരോരുത്തർക്കും മിശിഹായുടെ ദാനത്തിന് അനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നീട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പൂർണ്ണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും മിശിഹായുടെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും മിശിഹായുടെ പരിപൂർണയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇതിൽ തുടരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവൻ ചിലർക്ക് അപ്പോസ്തലന്മാർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ഈ ജനതയ്ക്ക്, ഈ പുരോഹിത ജനതയ്ക്ക് തന്നിരിക്കുന്ന കഴിവുകൾ വളരെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ കഴിവല്ല. പഴയ നിയമത്തിൽ മോശയ്ക്ക് ജനത്തെ നയിക്കാനുള്ള കഴിവാണ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു വരമാണ് കൊടുത്തത്. അഹ്റോനും മക്കൾക്കുമാകട്ടെ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ആ ദൗത്യമാണ് കൊടുത്തത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദൗത്യമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന വണ്ണം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് ഓരോ ദൗത്യമാണ്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണിത്? വിശുദ്ധരെ പൂർണ്ണരാക്കുന്നതിനും. വിശുദ്ധരെന്ന് പറയുന്ന ആരാണ്?
പുണ്യവാന്മാരായിട്ട് ഇങ്ങനെ പേര് വിളിക്കപ്പെട്ടവരല്ല. ഈശോയുടെ ശിഷ്യരായിത്തീരുന്നവരെക്കുറിച്ചായി പറയുന്നത് അവരെ പൂർണ്ണരാക്കുന്നതിന്, അവരിലുള്ള കുറവുകളെല്ലാം നികത്തി പൂർണ്ണരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേക്കുറിച്ച് പഴയ നിയമത്തിൽ അഹറോന് കൊടുക്കുന്ന ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, അഹറോൻ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായവിധി നെഞ്ചിൽ ആ തോളത്ത് വഹിക്കണമെന്നൊക്കെ പറയും. അത് തന്നെയാണ് ഈ പരിപൂർണരാക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം വിശുദ്ധരെ പൂർണ്ണരാക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും പരസ്പരം സഹായിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റിയ ആളുകളാക്കി അവരെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്, ഈ ജോലി ഒരു ശുശ്രൂഷയാണ്, ഈ പൗരോഹിത്യ ജോലി. അത് വ്യക്തികൾക്ക് മാത്രമല്ല, ഈ സഭ മുഴുവനുള്ളതാണ്. വിശുദ്ധരെ പൂർണ്ണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും മിശിഹായുടെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിവാഹിതരായിട്ടുള്ളവർ ഒരുപക്ഷെ കുടുംബത്തിലായിരിക്കാം, അധ്യാപകർ സ്കൂളിലായിരിക്കാം, അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്കെല്ലാം തന്നിരിക്കുന്നത് ഒരേ ജോലി തന്നെയാണ്. അതിൻ്റെ സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഗ്രേഡൊക്കെ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും മിശിഹായുടെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരണം എന്ന് പറഞ്ഞാൽ ഈ ലോകാവസാനം വരെ ഇത് തുടരണം. വിശ്വാസത്തിൻ്റെ ഐക്യം, ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം അതിലെത്തിച്ചേരുന്നത് വരെ. അങ്ങനെ മിശിഹായുടെ പൂർണ്ണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകണം നമ്മൾ. അതുവരെ ഇത് തുടരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഇന്നോ നാളെ അവസാനിക്കാനുള്ളതല്ല, എന്നും തുടരേണ്ട കാര്യമാണ്. അതിനെയാണ് ഈ മിഷനറി പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഐക്യം, നമ്മളെല്ലാവരും ഒന്നാകാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്, അവരെല്ലാവരും ഒന്നാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരേ വിശ്വാസത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതുവരെ നമ്മൾ പ്രവർത്തിക്കണം. ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലെല്ലാവരും എത്തിച്ചേരണം. ഈ ദൈവത്തെ, കർത്താവായ ഈശോയെക്കുറിച്ച് ഒരുപാട് തരത്തിലുള്ള ആശയങ്ങളാണുള്ളത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കിട്ടും. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് വരെ മിശിഹായുടെ പൂർണ്ണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യർ, മിശിഹായുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ നമ്മൾ മിശിഹായെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം എന്താണ്, യേശു അവരിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമ്മളിൽ ഈശോ രൂപപ്പെടുന്നത് വരെ അവൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ പരിപൂർണമായിട്ടും നമ്മളിൽ വന്നു ചേരണം. നമ്മൾ ഈശോയുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം എന്നർത്ഥം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഈ ലോകത്തിലുള്ള സകല ജനതയും ഈശോയോട് താതാത്മ്യം പ്രാപിക്കുന്നത് വരെ നമ്മുടെ ഈ പ്രവർത്തനം തുടരണം എന്ന് ചുരുക്കം. നമ്മളെല്ലാം ചെയ്യുന്നത് ആ ഒരൊറ്റ കാര്യത്തെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ മിശിഹായിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ആ സമയത്തൊക്കെ ധാരാളം പേരിങ്ങനെ തെറ്റായ പ്രബോധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ എഫീസ്യൻ സഭയിലൊക്കെ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള തെറ്റിലൊന്നും നിങ്ങൾ ഉൾപ്പെടരുത്, അവരുടെ വഞ്ചനയിൽ നിങ്ങൾ പെടരുത്. അവർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയരുത്. പലപ്പോഴും ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് തോന്നും അത് ശരിയാണ്, ഇത് ശരിയാണ്. അത് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്നിൽ ഉറച്ചു നിൽക്കണം. ഈ വചനം നമ്മൾ നിരന്തരമായിട്ട് അതിൽ വായിച്ച് ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മൾ ശിരസ്സായ മിശിഹായിലേക്ക് എല്ലാവിധത്തിലും വളരണം. നമ്മൾ ഈ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ശിരസ്സായ ഈശോയിലേക്ക് വളരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ശിരസ്സിന് യോജിച്ച രീതിയിലുള്ള അവയവങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം. അങ്ങനെ അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും വേണം. അവിടെയാണ് നമ്മൾ രൂപപ്പെടേണ്ടതായിട്ടിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നമ്മൾ രൂപപ്പെടണം. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് സുവിശേഷ വായന. 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്കറിയാം, ശിമയോനോട് കർത്താവ് ചോദിക്കുന്ന ഭാഗമാണ്, ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. പിന്നീട് കർത്താവ് പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതായത് പത്രോസിനോട് ചോദിച്ച് ഉറപ്പുവരുത്തുകയാണ്, ഇവരേക്കാൾ അധികമായി, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് 2 തരത്തിൽ മനസ്സിലാക്കാം. ഒന്നുകിൽ ഇവർ എന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിലോ ഇവരെ നീ സ്നേഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യത്തെ കാര്യം ശരിയായിട്ടുള്ളത്. അതായത് ഇവരെല്ലാം സ്നേഹിക്കുന്നതിൽ കൂടുതലായിട്ട്
നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ പത്രോസിനെ സഭയുടെ തലവനാക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ പത്രോസ് പിന്നീട് നമുക്കൊരു അവസാനം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കറിയാം. ഈശോ പറഞ്ഞു, ശരിയാണല്ല, അതുകൊണ്ട് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. പത്രോസിനെ ഏൽപ്പിക്കുകയാണ് തൻ്റെ ആടുകളെ മേയ്ക്കാനായിട്ട്. ഇതൊരു നേതൃത്വ ശുശ്രൂഷയാണ്. നമ്മൾ ഓർക്കണം, നമ്മളിപ്പോഴിതിനെ റോമിലെ പരിശുദ്ധ മാർപ്പാപ്പയായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഇതൊരു നേതൃത്വ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു ചൈതന്യം കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നേതൃത്വ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരായിരിക്കും. വീട്ടിലെ അപ്പനും അമ്മയും നേതൃത്വ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഇടവകയിലെ വികാരിച്ചനെ അങ്ങനെയാണ്, പള്ളിക്കൂടത്തിലെ ഹെഡ് മിസ്ട്രസും ഹെഡ് മാസ്റ്ററും അങ്ങനെയാണ്, മഠത്തിലെ സുപ്പീരിയർ അങ്ങനെയാണ്. അപ്പോൾ ഈ നേതൃത്വ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുന്നവരെല്ലാം സ്വയം ഉറപ്പുവരുത്തണം, ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെടുന്നവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ മാത്രമേ അവരെ ശരിയായ രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേതൃത്വ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരും ഈ കാര്യം ഓർക്കണം. നമ്മൾ സ്വയം ചോദിക്കണം, എന്നെ ഏൽപ്പിച്ചവരെ ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന്, അതോ ഞാൻ എന്നെ തന്നെയാണോ സ്നേഹിക്കുന്നത് എന്ന്. നമ്മൾ വായിക്കാത്ത എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുണ്ട്, 34-ാം അധ്യായത്തിൽ നിന്ന്. സാറിന് നമ്മൾ വായിക്കാറില്ല, 3 വായനകളെ വായിക്കാറില്ല. അവിടെ പറയുന്നത് ഇടയന്മാരെക്കുറിച്ചാണ്, പുരോഹിതന്മാരെക്കുറിച്ച്. അവർ ആടുകളെ കൊന്നു തിന്നുന്ന പുരോഹിതന്മാരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നതാണ്, പ്രവാചകന്മാരോട് എപ്പോഴും പറയും, ഈ പ്രകാരം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ നിങ്ങൾ എൻ്റെ ആടുകളായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. നിങ്ങളെ ഞാൻ ഇടയന്മാരായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കണം. ആട്ടിൻകൂട്ടം എൻ്റേതാണ്. ഈ ഒരു ദൗത്യ നിർവഹണം നമ്മൾ നടത്തുമ്പോൾ, അത് ഏതൊരു മേഖലയിലായിരുന്നാലും ഇതോർക്കുക, ഇപ്രകാരം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ഒരാട്ടിൻകൂട്ടത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഈ നേതൃത്വ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മളവരെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഉയർപ്പ് കാലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും സമൂഹമായിട്ട് ഒറ്റയ്ക്കുമൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യ നിർവഹണം, ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോവുക, ഈശോയുടെ പരിപൂർണതയിലേക്ക് വളർത്തുക, ഈശോയുടെ ശിരസ്സാകുന്ന ഈശോയുടെ ആ ഒരു പരിപൂർണതയിലേക്ക് വളർത്തുക എന്നുള്ള ദൗത്യമാണ്. അതിനെയാണ് ഈ പൗരോഹിത്യ ദൗത്യം എന്ന് വിളിക്കുന്നത്. അത് കേവലം ഒരു വിശുദ്ധ കുർബാനയിലോ ഏതാനും കൂദാശ പരിക്രമത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിലെല്ലാം വളരെ വളരെ വിശാലമായിട്ടുള്ള, ഉന്നതമായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണെന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ഉയർപ്പ് കാലം ജീവിക്കാൻ കഴിയട്ടെ. ഏവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.